പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ ഈ ആഴ്ചയിലും ഈ നിലയിൽ എല്ലാ വിശുദ്ധന്മാരോടും ഈ യൂട്യൂബ് മാധ്യമത്തിലൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാനായിട്ട് ലഭിച്ച ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളാണ് ചിന്തിക്കാറുള്ളത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇന്ന് നമുക്കറിയാം, നല്ല ഓട്ടം ഓടിയ പലരും ആ ഓട്ടത്തിൽ തകർന്നു വീഴുന്ന ഒരു വലിയ വീഴ്ചയുടെ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, നമ്മളായിരിക്കുന്ന ഈ അന്ത്യകാലം വിശ്വാസത്യാഗത്തിൻ്റെ സമയമാണെന്ന് 1 തിമോത്തി 4:1 പൗലോസ് എടുത്തു പറയുന്നുണ്ട്. അത് ആത്മാവ് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് മാത്രമല്ല, കർത്താവ് തന്നെ ലൂക്കോസ് 18:8 പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ ഒരു വീഴ്ച, ഒരു തകർച്ച, അങ്ങനെയൊരു കാലഘട്ടമാണ് അന്ത്യകാലഘട്ടമെന്ന് നമുക്ക് കാണാൻ കഴിയും. അന്ത്യകാലഘട്ടത്തിൻ്റെ ഒരു 19 അടയാളങ്ങൾ 2 തിമോത്തി 3:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. ഇന്ന് ലളിതമായിട്ട് അപ്പോസ്തലന്മാരിൽ മുഖ്യനെന്ന് പറയാവുന്ന പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ വീഴ്ചയുടെ 7 കാരണങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുക. അപ്പോൾ നമുക്കറിയാം, പത്രോസിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ വളരെ സ്നേഹിച്ച ഒരു ശിഷ്യനാണ്. കർത്താവിന് ഏത് സമയത്തും ഏത് ചോദ്യത്തിനും ഉടനെ ഉത്തരം പറയുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ പത്രോസിൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ വീഴ്ചകൾ സംഭവിക്കേണ്ടതായി. അതിൻ്റെ 7 കാരണങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒരിക്കൽ നമുക്കറിയാം, 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് 5000 പോഷിപ്പിച്ചു. ഈ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിനുശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കടലിനക്കരയ്ക്ക് പോകുവാനായിട്ട് കൽപ്പിച്ചു. അവരെ നിർബന്ധിച്ചെന്നാണ് വായിക്കുന്നത്. ഞാൻ ആ ഭാഗം പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 14-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ഉടനെ താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നിടയിൽ ശിഷ്യന്മാർ പടയിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവിടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇവിടെ പത്രോസിന്റെ വീഴ്ചയ്ക്കുണ്ടായ കാര്യം ഒന്ന് അവന്റെ അല്പവിശ്വാസമാണ്. അല്പവിശ്വാസം. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്ക് ഉള്ള വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമാണ്? നമ്മൾ ഒരു അല്പവിശ്വാസിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടരും. നമുക്ക് യഥാർത്ഥമായ ആ ശരിയായ വിശ്വാസം നമുക്കുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ അനേക സ്റ്റെപ്പുകളുണ്ട്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറയാം, ആ വിഷയമായിട്ട് പറയാം. അപ്പോൾ ഇവിടെ അവൻ ഒരു അല്പവിശ്വാസിയായിരുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് അവൻ മുങ്ങുവാനിടയായി തീർന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
അവൻ കാറ്റ് കണ്ട് പേടിച്ചെന്ന അതിൻ്റെ 14:30 വായിക്കുന്നത്. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു. ആ പേടി വന്നപ്പോൾ മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അവൻ മുങ്ങിത്തുടങ്ങി. വെള്ളത്തിൽ ആരെങ്കിലും മുങ്ങി തുടങ്ങിയാണോ? ഡും അങ്ങ് പോകും. ഇവിടെ അവന് ആ വിശ്വാസത്തിൽ വീഴ്ച സംഭവിച്ചതനുസരിച്ച് അവൻ മുങ്ങിത്തുടങ്ങുകയും ചെയ്തു. നോക്കുക, വെള്ളത്തിന്മേൽ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ ആരെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പത്രോസ് മാത്രം. എന്നാൽ തനിക്ക് അധികം നടക്കാൻ കഴിഞ്ഞില്ല. കാരണം തൻ്റെ അല്പവിശ്വാസമായിരുന്നു. അവിടെ ഒന്ന് താൻ കാറ്റ് കണ്ട് പേടിച്ചെന്ന മാത്രമല്ല, താൻ സംശയിക്കേണ്ടിയ. എന്നെ 31 വാക്യത്തിൽ വായിക്കുന്നത് എന്തുവാ? യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവനുള്ളിൽ സംശയം കൊണ്ടുവന്നു. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ നമ്മളിൽ സംശയമുണ്ടായാൽ അവിടെ വീഴ്ച ഭവിക്കും. അപ്പോൾ ഒന്ന്, കാറ്റ് കണ്ട് പേടിച്ചു. 2, അവൻ്റെ ഉള്ളിൽ സംശയമുണ്ടായി. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അവൻ മുങ്ങി തുടങ്ങുവാനിടയായിരിക്കുന്നത്. നോക്കുക, നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളെ കർത്താവിനറിയാം. അവൻ ഇറങ്ങി പുറപ്പെട്ടത് വിശ്വസിച്ച. എന്നാൽ അല്പം നടന്നു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ സംശയമുണ്ടായി. ചുറ്റുപാടുകളെ കണ്ടപ്പോൾ ഭയമുണ്ടായി. പലപ്പോഴും അവരുടെ ആത്മീയ ജീവിതത്തിൽ വീഴുവാനാണ്, ഇടറുവാൻ, തകരുവാൻ, വിശ്വാസം നഷ്ടപ്പെടുവാനൊക്കെ കാരണം ഈ കാര്യങ്ങളാണ്. നമ്മൾ ചുറ്റുപാടുകളെ നോക്കുന്നു. അങ്ങോട്ട് നോക്കിക്കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഭയമുണ്ടാകുന്നു. മാത്രമല്ല, നമുക്ക് തന്നെ സംശയം ഉണ്ടാകുന്നു. എനിക്കത് ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ വരുന്ന വീഴ്ച എത്ര ഭയങ്കരമായിരിക്കും? അങ്ങനെ ചില സംശയങ്ങൾ ഇവിടെ ഉളവാക്കുക. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലും നമ്മൾ നാളെയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെടുന്നവരാണെങ്കിൽ പോലും ദൈവം അവരെ വിളിക്കുന്നത് എന്തുവാ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിക്കാം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്കറിയാം, അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 34 വരെയുള്ള വാക്യങ്ങളിൽ 6 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിചാരപ്പെടരുത് 6 പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കാം. ഈ വിചാരപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാനായിരുന്നു വളരെ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളതിൻ്റെ 6-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അങ്ങനെ വിചാരപ്പെടുന്നവരെ കുറിച്ച് കർത്താവ് പറയുന്നത്, എങ്കിൽ അല്പവിശ്വാസികളെ. അപ്പം ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. അങ്ങനെ വിചാരപ്പെടുകയാണെങ്കിൽ കർത്താവരെ വിളിക്കുന്നത് അല്പവിശ്വാസികളെ എന്ന. നമ്മളെ പോഷിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, ഒരു പിതാവ് നമുക്കുണ്ട് എന്നുള്ള ഒരു നല്ല വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. പക്ഷികളെ കുറിച്ച് പറഞ്ഞില്ലേ, അവ വിരിക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ചു വയ്ക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവരെ പോഷിപ്പിക്കുന്നു. ഒരിക്കൽ ഇങ്ങനെ ഒരു ചെറിയ കഥ കേട്ടിട്ടുണ്ട്. 2 പക്ഷികൾ ഇങ്ങനെ കൊമ്പിലിരുന്നു കൊണ്ട് പരസ്പരം പറയുക, ഈ മനുഷ്യൻ നമുക്കുള്ളതുപോലെ ഒരു ദൈവം അവർക്കുണ്ടെന്നുള്ള വിചാരം അവർക്കില്ലെന്ന് തോന്നുന്നു. കാരണം അവരെന്തെല്ലാം കാര്യങ്ങൾ വിചാരപ്പെട്ട് ഇങ്ങനെ വളരെ ദുഃഖിതരായിരിക്കുന്നു. നമ്മൾക്കൊന്നും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അവർ പറയുക. അപ്പോൾ നമുക്ക് പ്രിയമുള്ള ഒരു ദൈവമല്ല, നമുക്കൊരു പിതാവുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ പിതാവാകുന്നു എന്നുള്ള ആ ബോധ്യം, അത് നമുക്ക് എത്രമാത്രം ധൈര്യം പകരേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം അങ്ങനെയുള്ളവരെ വിളിക്കുന്നത് അല്പവിശ്വാസികളെയാണ്. മറ്റ് സ്ഥലങ്ങളിൽ നമുക്കറിയാം, ഒരിക്കൽ യേശുക്രിസ്തു പടയിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ തിരമാലകൾ കണ്ട് ശിഷ്യന്മാർ പേടിച്ചു, കർത്താവിനെ ഉണർത്തി. അപ്പോൾ അവിടെയും കർത്താവ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ആ ഭാഗം നമുക്ക് കാണാം. അവിടെയും കർത്താവ് ചോദിക്കുന്നത് ഭീരുക്കളെ എന്ന് വിളിച്ചു. എന്നിട്ട് പറയാണ് അല്പവിശ്വാസികൾ.
നിങ്ങൾ ഇത്രമാത്രം ഭീരുക്കളാകാൻ എന്ത്? അവിടെയും വിളിച്ചത് അല്പവിശ്വാസികളെ എന്നാ. നോക്കുക, അപ്പോൾ പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ ഭീരുക്കളാവുമ്പോൾ, ഞാൻ വേണമെങ്കിൽ ആ ഭാഗം കൂടെ ഒന്ന് ഞാൻ വായിക്കാം. അതിൻ്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 26. 23 വാക്യം. അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവന് ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തിരുന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ എന്താണ് അവർക്ക് സംഭവിച്ചത്? അവര് ഭീരുക്കളായിത്തീർന്നു. അവർക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ പടക് മുങ്ങുമെന്നുള്ള ഒരു ചിന്താഗതി അവരെ ഭരിച്ചു. ഉടനെ പോയി അവര് കർത്താവിന് ഉണർത്തിട്ട് പറയുകയാണ്, അവർ അടുത്ത് നിന്ന്, കർത്താവെ രക്ഷിക്കണേ, ഞങ്ങൾ നശിച്ചു പോകുന്നു. അപ്പൊ അതേ വഞ്ചിയിലല്ലേ കർത്താവ് ഇരിക്കുന്നേ. ഇവരാണെങ്കിൽ നല്ലൊരു ശതമാനവും മുക്കുവന്മാരും വെള്ളത്തിൽ പരിചയമുള്ളവരാ. എന്നാൽ അവർ പറയുന്നത് ഞങ്ങൾ നശിച്ചു പോകുന്നു. നോക്കുക, അപ്പോൾ കർത്താവ് അവരെ വിളിക്കുകയാണ്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? അവരുടെ കൂടെ ഉള്ളവൻ ആരാണെന്ന് ഇതുവരെയും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അല്ലെ, നമുക്കും ചില പ്രതികൂലങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാം മറന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭീരുക്കളായി മാറുന്നു. അപ്പൊ അങ്ങനെ പ്രതികൂലങ്ങളെ കണ്ട് ഭീരുക്കളാകുമ്പോൾ കർത്താവിന് അവരെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങൾ അല്പവിശ്വാസികളാണെന്ന്. അല്പവിശ്വാസികൾ. നമ്മുടെ പ്രതികൂലങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ഭീരുക്കളാകുന്ന അനുഭവം നമുക്കുണ്ടോ? നമ്മൾ പേടിച്ച് നിലവിളിക്കാറുണ്ടോ? അപ്പോൾ നമ്മുടെ വിശ്വാസം ഇന്ന് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഇന്ന് അല്പവിശ്വാസികളായിരിക്കുന്നുണ്ടോ? ആ അല്പവിശ്വാസികൾക്ക് ഒരിക്കലും കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. അത് അവരുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരാം. വീണ്ടും നമ്മൾ തിരുവചനം വായിക്കുമ്പോഴത്തേക്കും കർത്താവ് ശിഷ്യന്മാരോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ അതേ മത്തായി 16-ാം അധ്യായം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വായിക്കുമ്പോൾ, ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുക്കാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുവരായികയാൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അതറിഞ്ഞിട്ട് യേശു അവരോട്, അല്പവിശ്വാസികളെ, അപ്പൊ ഇവിടുത്തെ ആ പ്രയോഗം നോക്കണം, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരായികയാൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്നും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത്? അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശം മാത്രമേ സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. അപ്പോൾ ഇവിടെയും അവർക്ക് കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങളെ പോലും ഗ്രഹിക്കാൻ കഴിയാത്തവണ്ണം അതുമാത്രം അവർ അജ്ഞരായിരുന്നു. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഉപദേശ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവർക്ക് അപ്പത്തിന്റെ ചിന്തയാണ്. അപ്പം അവിടെ കർത്താവ് പറയുന്നത് അല്പവിശ്വാസികളെ എന്നാ. നോക്കുക, അവിടെ അല്പവിശ്വാസം, അവിടെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാത്തൊരനുഭവം, അത് അല്പവിശ്വാസത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ ദൈവമക്കളായ നമ്മുടെ ഈ ലോകയാത്രയിൽ നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിലും വീഴ്ചകൾ വരാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏത് പ്രതികൂലത്തിലും നമ്മളെ സഹായിക്കുവാൻ ശക്തനായവനാണ് നമുക്കുള്ളത് എന്നുള്ള ആ ബോധ്യം, അത് നമ്മളെ ഭരിക്കണം. അപ്പം അതുകൊണ്ട്
നമുക്കറിയാം, പഴയ നിയമത്തിൽ പോലും യഥാർത്ഥ ഭക്തന്മാര് കർത്താവിലേക്ക് നോക്കുന്നവരായിരിക്കുന്നു. നമ്മൾ 27-ാം സങ്കീർത്തനത്തില് കർത്താവിൽ നിന്നും വന്ന ഒരു കൽപ്പനയായിട്ട് നമ്മൾ വായിക്കുന്നത് 27:8 എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങളിൽ നിന്നും കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നോക്കുക, ദൈവത്തിന്റെ മുഖത്തേക്ക് നാം നോക്കണം, അല്ലെങ്കിൽ കർത്താവിലേക്ക് നമ്മൾ ആശ്രയം വയ്ക്കണം. അങ്ങനെയുള്ളവർക്ക് ഏത് പ്രതികൂലത്തെയും അതിജീവിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കുവാൻ കഴിയുമോ? അതിന്റെ 34:5 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായി അവിടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പോൾ നമ്മൾ കർത്താവിലേക്ക്, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ കർത്താവിലേക്ക് നോക്കണം. എബ്രായ ലേഖനത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ആ കാര്യം, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത ഭാഗത്തിരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ പ്രതികൂല സമയങ്ങളിൽ ഈ കർത്താവിനെ നമുക്ക് നോക്കുവാൻ കഴിയുന്നുണ്ടോ? കർത്താവ് കാര്യങ്ങളെ എങ്ങനെ തരണം ചെയ്തു എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ പത്രോസിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ വീഴ്ചയുടെ കാരണം അവന്റെ അല്പവിശ്വാസമായിരുന്നു. നമ്മൾ ഇന്ന് ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയണം പ്രിയമുള്ളവരെ. നമ്മുടെ അല്പവിശ്വാസമാണെങ്കിൽ അത് നമുക്ക് വീഴ്ചയ്ക്ക് കാരണമായി തീരാനിടയായിത്തീരും. രണ്ടാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് അവന്റെ സ്വയപ്രശംസയായിരുന്നു. അവന്റെ സ്വയത്തിലുള്ള അവന്റെ ആശ്രയം. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം, മർക്കോസ് 14-ാം അധ്യായം അതിന്റെ 27 മുതൽ 31 വരെ വായിക്കുമ്പോൾ യേശു അവരോട്, നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും, ഞാൻ ഇടയിൽ വെട്ടും ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നതിന് ശേഷം നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകും എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവനോ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. നോക്കണം, എത്ര അത്ഭുതമാണല്ലേ. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഇടറാൻ പോകുകയാണ്. കാരണം അതൊരു പ്രവചനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ കർത്താവ് പറയാണ്, ഞാൻ ഇടയനെ വെട്ടും ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ എഴുതിയിരിക്കുന്നേ? അത് സെക്കരിയാവ് 13:7. അപ്പൊ ആ പ്രവചനം അന്ന് നിവർത്തിക്കാൻ പോവുകയാണ്. ആ കാര്യം കർത്താവ് പറയുമ്പോൾ ഇവിടെ പത്രോസ് പറയാണ്, കർത്താവേ, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. അപ്പൊ അവന്റെ സ്വയത്തിലാണ്, സ്വയാശ്രയം എന്ന് പറയും. അപ്പോൾ നമ്മൾ സ്വയത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുന്നത് എത്ര വലിയ തകർച്ചയ്ക്ക് കാരണമാണ് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് പത്രോസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തിരുവഴുത്തിൽ ചില മുന്നറിയിപ്പുണ്ട്, അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. 1 Corinthians 10:12 വായിക്കുന്നത്, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെന്ന. അപ്പോൾ നമ്മൾ നിൽക്കുകയല്ല, യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുക. അത് എന്റെ കഴിവുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ വീഴാൻ അധികം സമയം വേണ്ടി വരികയില്ല. അതുകൊണ്ട് ഇവിടെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ അനേകരുടെ ജീവിതത്തിൽ ഈ വീഴ്ചകൾ സംഭവിച്ച് നമുക്കറിയാം. കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ ഇടറി. നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ തന്നിലൊരു സംശയം ഉണ്ടായി. അതുകൊണ്ടാണ് അതിന്റെ 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ മത്തായി
11:6 വായിക്കുന്നു, എങ്കൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. അവിടെ വാസ്തവത്തിൽ സംഭവിച്ചത്, സ്നാപക യോഹന്നാൻ ജയിലിലായിരുന്നപ്പോൾ കർത്താവ് വരുമെന്നും വിടുവിക്കുന്നുമൊക്കെ താൻ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷിച്ച കാര്യം നടക്കാതെ വന്നപ്പോൾ താൻ കർത്താവിലിടറി. വരാനുള്ളവൻ നീയാണോ, അത് ഞങ്ങൾ മറ്റുള്ളവനെ നോക്കിയിരിക്കണോ എന്ന് അന്വേഷിച്ച് തന്റെ ശിഷ്യന്മാരെ അയക്കാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പലപ്പോഴും പലരും ഇടറാറുണ്ട്. അതിനൊരു വലിയ ദൃഷ്ടാന്തമാണ് സ്നാപക യോഹന്നാൻ. അപ്പോൾ ഇവിടെ കർത്താവിൽ ഇടറിയവരെ കുറിച്ച് പലരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ പിതൃ നഗരക്കാർ ഇടറിയതായിട്ട് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവന്റെ പിതൃ നഗരത്തിലുള്ളവർ ഇടറുവാനിടയായിട്ട്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ അവന്റെ ചാർച്ചക്കാർ ഇടറി, അവന്റെ ബന്ധുക്കൾ ഇടറി. നമ്മൾ മർക്കോസ് 3:21 വായിക്കുന്നുണ്ട്, അവന്റെ ബന്ധുക്കളെല്ലാവരും ഇടറുവാനിടയായിട്ട്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ മർക്കോസ് 3:22 ശാസ്ത്രിമാർ ഇടറി, ശാസ്ത്രിമാർ കർത്താവിൽ ഇടറി. നോക്കണം. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ അവന്റെ പള്ളിക്കാരിടറി. നമ്മൾ ലൂക്കോസ് 4-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ പള്ളിക്കാരിടറി. അവരുടെ ഉപദേശത്തിൽ അവർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല, അവരിടറുകയുണ്ടായി. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ സഹോദരന്മാർ ഇടറി, അല്ലെങ്കിൽ അവനിൽ വിശ്വസിച്ചില്ല. യോഹന്നാൻ 7:5. ഇതും കൂടാതെ ഏറ്റവും വലിയ അത്ഭുതം കർത്താവിന്റെ ശിഷ്യന്മാർ ഇടറി എന്നുള്ളതാണ്. നമ്മൾ യോഹന്നാൻ 6:66 പ്രത്യേകം വായിക്കുന്നു, പിന്നീട് അവനോടുകൂടെ നടക്കുവാൻ അവർ തയ്യാറായില്ല. കർത്താവിന്റെ ഉപദേശങ്ങളെ അവർക്ക് കൈക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഇവരെല്ലാം ഇടറുകയുണ്ടായി. നോക്കണേ, കാരണം കർത്താവിൽ നമുക്ക് ഇടറാത്തൊരു ജീവിതം അത് നമ്മുടെ സ്വയാശ്രയത്തിലൂടെ കഴിയില്ല. അത് പൂർണ്ണമായും ദൈവാശ്രയത്തിലൂടെ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. അപ്പം ഇവിടെ കർത്താവിനോട് മരിക്കാൻ പോലും ഒരുങ്ങിയ പത്രോസ് ഇടറിയത് നമുക്കറിയാം. അവൻ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോലും ഈ കർത്താവിനെ തള്ളിപ്പറയാനിടയെത്തുന്നു. നമ്മൾ ചിന്തിക്കണം. കാരണം അവന്റെ സ്വയത്തിലുള്ള ആ ആശ്രയമാണ് പത്രോസിന് വീഴ്ചയ്ക്ക് കാരണമായി തീർന്നത്. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവര്, നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടാണോ നമ്മൾ എന്തെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇടറും. നമ്മളെപ്പോഴും ദൈവാശ്രയമുള്ളവരായിരിക്കണം. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നാണ് പൗലോസ്ലീഹ എടുത്തു പറയാനിടയായത്. അതുകൊണ്ട് ഇവിടെ പത്രോസ്ലീഹ ഇടറി. പത്രോസ്ലീഹ കർത്താവിന് വിട്ടുപോകാനിടയായി തീർന്നു. അതിന് കാരണം അവന്റെ സ്വയാശ്രയമാണ്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഇവിടെ ഞാൻ ചിന്തിക്കുകയാണ്, ഇവിടെ കർത്താവ് ഇടറുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവേ ഞങ്ങൾ ഇടാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പത്രോസ് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അവന് വീഴ്ച ഉണ്ടാകാതെ കർത്താവ് കാക്കുമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. വീണ്ടും ഉറപ്പിച്ചും തറപ്പിച്ചും പത്രോസ് പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയാം. നോക്കണം, ആ സ്വയത്തിലുള്ള തന്റെ ആ ആശ്രയം അവിടെയാ താൻ വീണെ. അപ്പോൾ പത്രോസിന്റെ വീഴ്ചയുടെ 7 പടികളിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഈ 2 കാര്യം മാത്രമേ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്തിന്റെ പരിധി കൊണ്ട്. ഒന്നാമത്തെ കാര്യം, അവന്റെ വീഴ്ചയ്ക്ക് കാരണം അവന്റെ അല്പവിശ്വാസമായിരുന്നു. രണ്ടാമത്തെ കാര്യം തന്റെ സ്വയപ്രശംസയായിരുന്നു. ബാക്കി 5 കാര്യങ്ങൾ കർത്താവ് വരാൻ താമസിച്ചാൽ നാളത്തെ ക്ലാസ്സിൽ ഞാൻ നമ്മളോട് പറയാം. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ.